കാമുകനെ ഇല്ലാതാക്കിയ ഗ്രീഷ്മയ്ക്ക് കിട്ടിയത് വധശിക്ഷയായിരുന്നു. ഗ്രീഷ്മയുടെ കാമുകനായിരുന്ന ഷാരോൺ രാജിനെ പ്രണയത്തിന്റെ അടിമ എന്നായിരുന്നു കോടതി വിശേഷിപ്പിച്ചത്. ഷാരോണിനെ ഇല്ലാതാക്കിയ ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്ന് വരെ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇവിടെ സ്വന്തം കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയ ഒരാളുണ്ട്. UPയിൽ അഹ്മോറയിലെ ഭവൻഭേദിക്കാരിയായ ഷബ്നം അലി അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും അടക്കം കുടുംബത്തിലെ 7 പേരെ കൊലപ്പെടുത്തുമ്പോൾ ഈ പെൺകുട്ടിക്ക് പ്രായം 23 ആയിരുന്നു. നിലവിളി കേട്ടാണ് അന്ന് ആ ഗ്രാമം ഉണർന്നത്. ഗ്രാമത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഭൂ ഉടമയായ ഷൗക്കത്ത് അലിയുടെ 50 ഏക്കർ നടുവിലായുള്ള ആ വലിയ വീട്ടിൽ നിന്നായിരുന്നു ആ ഒരു കരച്ചിൽ കേട്ടത്. ആളുകൾ അവിടെ ഓടിയെത്തുമ്പോൾ ആ വീടിന്റെ വാതിലൊക്കെ അടച്ച നിലയിലായിരുന്നു. അകത്തു നിന്നായിരുന്നു നിലവിളി ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നത്. നാട്ടുകാരെല്ലാം കൂടെ അവിടെ ഓടിയെത്തിയപ്പോൾ ഷൗക്കത്ത് അലിയുടെ മകളായ ഷബ്നം അലി വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ആളുകൾ സ്നേഹത്തോടെ മാസ്റ്റർ ജി എന്ന് വിളിക്കുന്ന ഷൗക്കത്ത് അലി കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു അവിടെ കാണാനിടയായത്. അദ്ദേഹം മാത്രമല്ല, ഭാര്യയും മകളും ചെറുമക്കളും ഉൾപ്പെടെ 7 പേരായിരുന്നു രക്തത്തിൽ കുളിച്ച് അതിദാരുണമായി അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നത്. ഷൗക്കത്ത് അലിയുടെ ഭാര്യ 50 വയസ്സുള്ള ഹഷ്മി, മകൻ അനീസ് 35 വയസ്സ്, അനീസിന്റെ ഭാര്യ അഞ്ജു 25 വയസ്സ്, ഇവരുടെ കുഞ്ഞ് അർഷ 10 മാസം, ഷൗക്കത്ത് അലിയുടെ മറ്റൊരു മകൻ റാഷിദ് 22 വയസ്സ്, ബന്ധുവായ റാബിയ 14 വയസ്സ് എന്നിവരായിരുന്നു അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഷബ്നം അലി മാത്രമായിരുന്നു ആ വീട്ടിൽ ജീവനോടെ ബാക്കിയുണ്ടായിരുന്നത്. ആദ്യം ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ഗുണ്ടകൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി എല്ലാവരെയും കൊലപ്പെടുത്തുകയായിരുന്നു എന്നായിരുന്നു. എന്നാൽ ഇവരുടെ വാക്കുകളിൽ തുടക്കം മുതൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വീടിന്റെ ഡോറ് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വന്ന ആളുകളല്ല ഈ കൊല ചെയ്തത് എന്ന് പോലീസിന് ആദ്യം തന്നെ വ്യക്തമായിരുന്നു. അവിടെ എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്ന ബെഡ്, അതേപോലെ തന്നെ ആ ഒരു റൂം, അങ്ങനെ ബലപ്രയോഗം നടന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ മയക്കി കിടത്തിയതിന് ശേഷമായിരിക്കും ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് പോലീസിന് സംശയം തോന്നിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ഒരു കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. 10 മാസം പ്രായമുള്ള ആഷിഖിന്റെ മകൻ ഒഴികെ ബാക്കി എല്ലാവരുടെയും ശരീരത്തിൽ മയക്കുമരുന്നിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിലോ അല്ലെങ്കിൽ കുടിക്കുന്ന എന്തെങ്കിലും ജ്യൂസിലോ ചായയിലോ ആയിരിക്കും ഈ ഒരു മയക്കുമരുന്നിന്റെ സാന്നിധ്യം ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടാവുക എന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ നിഗമനം. പോലീസിന്റെ അന്വേഷണം ശബ്നത്തിലേക്ക് തിരിയുകയായിരുന്നു. കാരണം അവിടെ വെച്ച് മയക്കുമരുന്നിന്റെ പാക്കറ്റുകളും അതേപോലെ തന്നെ ചോര പുരണ്ട വസ്ത്രങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതോടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൂട്ടക്കൊലയുടെ രഹസ്യങ്ങൾ അവിടെ ചുരുളഴിയുകയായിരുന്നു. ഷബ്നം അലി ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു. അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഈ കുട്ടിയെ വളരെ ഇഷ്ടമായിരുന്നു. ഒരുപാട് സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. എല്ലാവരും നല്ലത് മാത്രമേ ഈ ഷബ്നം അലിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു രാത്രി പുലർന്നപ്പോൾ അവൾ ഒരു കൊലപാതകിയായി. കുടുംബത്തിലെ 7 പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും അതേപോലെ തന്നെ 10 മാസം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനെയും എന്തിനു കൊന്നു എന്നുള്ള തുടർന്നുള്ള അന്വേഷണത്തിലാണ് പോലീസിന് കാര്യങ്ങൾ വ്യക്തമായത്. കാമുകനായ സലീമിനൊപ്പം ജീവിക്കാൻ വേണ്ടിയായിരുന്നു കുടുംബത്തിലെ 7 പേരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ദിവസക്കൂലിക്കാരനായ സലീം എന്ന ആളായിരുന്നു ഷബ്നത്തിന്റെ കാമുകൻ. സലീം 6ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അയാൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഷബ്നത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു തടി മില്ലിലായിരുന്നു. അവിടെ വെച്ചാണ് ഇവർ പരസ്പരം കാണുന്നതും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു ഷബ്നത്തിൻ്റെത്. അച്ഛൻ ഒരു ടീച്ചറായിരുന്നു, സഹോദരൻ എഞ്ചിനീയർ ആയിരുന്നു, മറ്റൊരു സഹോദരൻ ബിടെക് വിദ്യാർത്ഥിനിയായിരുന്നു. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഇവർ ആ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ധനിക കുടുംബങ്ങളിൽ ഒന്നായിരുന്നു. പഠാൻ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു സലീം. സാമ്പത്തികപരമായും ജാതിപരമായും വളരെ താഴ്ന്നിരുന്ന സലീമുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഷബ്നത്തിന്റെ മാതാപിതാക്കൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് പലപ്പോഴും വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഏപ്രിൽ 14-നാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അന്ന് രാത്രി കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ ഷബ്നം ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകിയിട്ടായിരുന്നു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. മയങ്ങി എന്ന് ഉറപ്പായപ്പോൾ സലീമിന്റെ സഹായത്തോടു കൂടി ഒരു കോടാല ഉപയോഗിച്ച് കഴുത്ത് വെട്ടിയാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയ്ക്കും അച്ഛനും ഒപ്പം കിടന്നിരുന്ന ആ 10 മാസം പ്രായമുള്ള കുഞ്ഞിനെ മാത്രം ശ്വാസം മുട്ടിച്ചായിരുന്നു കൊന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കൃത്യം നടക്കുന്ന സമയത്ത് ഇന്നും 2 മാസം ഗർഭിണിയായിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യാവസ്ഥ. അന്വേഷണത്തിൽ വഴിത്തിരിവായത് ഷബ്നത്തിൽ നിന്ന് കണ്ടെടുത്ത മയക്കുമരുന്നിന്റെ കവറുകളും അതേപോലെ തന്നെ ഇവരുപയോഗിച്ച ഫോണിലെ സംഭാഷണങ്ങളും പോലീസിന് ഒരു തെളിവായി കിട്ടുകയായിരുന്നു. അതുമാത്രമല്ല, കൃത്യം നടക്കുന്ന സമയത്ത് ഇവർ ധരിച്ചിരുന്ന ഡ്രസ്സും ആ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നുണ്ടായിരുന്നു. അതിൽ എല്ലാവരുടെയും രക്തക്കറ പുരണ്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ അന്ന് രാത്രി ഈ ഒരു കൃത്യം നടക്കുന്നതിന് മുമ്പ് തന്റെ കാമുകനുമായിട്ട് ഈ ഒരു പെൺകുട്ടി ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ട്. പലതവണ ഫോൺ ചെയ്തിട്ടുമുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് ഷബ്നമാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്. ഈ ഒരു സംഭവം നടന്ന് കൃത്യം 5 ദിവസത്തിന് ശേഷമാണ് ഷബ്നവും സലീമും പോലീസ് കസ്റ്റഡിയിലാകുന്നത്.
എന്നാൽ വിചാരണ സമയത്ത് ഇവർ രണ്ടുപേരും പരസ്പരം പഴിചാരി ഈ ഒരു കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. കത്തിയുമായി വീട്ടിലെത്തിയ സലീം തന്റെ കുടുംബത്തെ മുഴുവനായും കൊന്നുകളഞ്ഞു എന്നായിരുന്നു ഷബ്നം ആ ഒരു സമയത്ത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ സലീം പറഞ്ഞത്, ഈ ഒരു പെൺകുട്ടി വീട്ടിലോട്ടേക്ക് ക്ഷണിച്ചിട്ടാണ് ഞാൻ അന്ന് രാത്രി വീട്ടിലോട്ടേക്ക് പോയത്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും കുടുംബത്തിലെ എല്ലാവരെയും തന്നെ ഈ പെൺകുട്ടി കൊന്നിട്ടുണ്ടായിരുന്നു എന്ന് കോടതിയിൽ സലീം മൊഴി നൽകി. കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള സഹായം മാത്രമാണ് ഞാൻ ചെയ്തത് എന്നും സലീം കോടതിയിൽ പറഞ്ഞു. കുളത്തിൽ ഉപേക്ഷിച്ച കോടാലി സലീം തന്നെയായിരുന്നു പോലീസിന് കണ്ടെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കോടതി നടപടികൾക്കൊക്കെ ശേഷം ഷബ്നത്തിനെ ജയിലിലോട്ടേക്ക് മാറ്റുകയായിരുന്നു. ഗർഭിണിയായിരുന്ന ഈ ഒരു പെൺകുട്ടി ജയിലിൽ വെച്ച് തന്നെ പ്രസവിക്കുകയായിരുന്നു. അതൊരു ആൺകുഞ്ഞായിരുന്നു. 6 വർഷം വരെ ഷബ്നത്തോടൊപ്പം തന്നെയായിരുന്നു ഈ കുഞ്ഞ് ജയിലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവരുടെ സുഹൃത്തായ ഇസ്മാൻ സൈഫി എന്നയാൾ ആ കുഞ്ഞിനെ ഏറ്റെടുക്കുകയായിരുന്നു. 2015 ഈ ഒരു കുഞ്ഞിനെ നിയമപരമായിട്ട് തന്നെയായിരുന്നു ദത്തെടുത്തിട്ടുണ്ടായിരുന്നത്. കോളേജിൽ ഷബ്നത്തിന്റെ ജൂനിയർ ആയിരുന്നു ഉസ്മാൻ. ഉപേക്ഷിക്കണം അല്ലെങ്കിൽ നിർത്തണം എന്ന് തോന്നിയ ഒരു സമയത്ത് ഷബ്നമായിരുന്നു ഈ ഉസ്മായിന് വേണ്ട സപ്പോർട്ടും പ്രചോദനവും ഒക്കെ കൊടുത്ത് ആ ഒരു കോളേജ് പഠനം പൂർത്തിയാക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്മാൻ ഇന്നത്തെ ഈ ഒരു നിലയിലെത്താൻ കാരണം ഷബ്നമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷബ്നത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ താൻ കൂടെ നിന്നതും ആ കുഞ്ഞിനെ ഏറ്റെടുത്തതും എന്ന് ഉസ്മാൻ പറയുന്നുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞായി തന്നെയായിരുന്നു ഉസ്മാനും ഭാര്യയും ആ കുഞ്ഞിനെ വളർത്തിയത്. പിന്നീട് കൂട്ടക്കൊലക്കേസ് വിചാരണ കോടതിയിലെത്തിയപ്പോൾ പ്രതികളുടെ വാദങ്ങളൊക്കെ തള്ളി UP സെഷൻ കോടതി 2010 ഇവർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ശിക്ഷ റദ്ദ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും ആ ഒരു ഹർജി തള്ളുകയായിരുന്നു. പിന്നീട് 2021 വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ വീണ്ടും ആ ഒരു ഹർജി തള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഹർജിയും തള്ളിയതോടുകൂടി ഇവർക്ക് തൂക്കുകയർ ഉറപ്പായിരുന്നു. അമ്മയ്ക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞ് ഷബ്നത്തിന്റെ മകൻ രാഷ്ട്രപതിക്ക് ഒരു അഭ്യർത്ഥന അയച്ചിട്ടുണ്ടായിരുന്നു. അതും രാഷ്ട്രപതി തള്ളുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2021 എന്തായാലും ഈ ഒരു വധശിക്ഷ നടപ്പാകും എന്ന് ഉറപ്പായിരുന്നു. എന്നാൽ 3 വർഷത്തിന് ശേഷവും ആ ഒരു ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നില്ല. സാങ്കേതികപരമായ എന്തോ ഒരു കാരണം കൊണ്ട് ആ ഒരു ശിക്ഷ നടപ്പാക്കാൻ നീണ്ടുപോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും 17 വർഷം നീണ്ട ഈ ഒരു ജയിൽ ജീവിതത്തിനിടയിൽ ഷബ്നത്തിന് മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ, അതോ ചെയ്ത തെറ്റിന് പശ്ചാത്താപമുണ്ടോ ഒന്നും അറിയില്ല. എന്നാൽ 10 മാസം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനെ പോലും കൊലപ്പെടുത്താൻ കാണിച്ച ഷബ്നയുടെ മനസ്സിനെ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല എന്നായിരുന്നു ഷബ്നത്തിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിലവിൽ ബറേലിയിലെ ജയിലിലാണ് ഷബ്നം. സലീം ആഗ്ര ജയിലിലും. വധശിക്ഷ ഉത്തരവ് നടപ്പാക്കിയാൽ സ്വതന്ത്ര ഇന്ത്യയിൽ തൂക്കിലേറ്റപ്പെടുന്ന ആദ്യ വനിതയാകും ഇപ്പോൾ 40-കാരിയായ ഷബ്നം.